ഹായ് ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കോൾബർഗിൻ്റെ തിയറി വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. കോൾബർഗിൻ്റെ തിയറി നമുക്ക് ആദ്യമേ തന്നെ 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം. കോൾബർഗിൻ്റെ തിയറിയെ 3 ലെവൽസായിട്ട്, ലെവൽ എന്ന് പറഞ്ഞ് വാക്ക് ഓർമ്മിക്കുക, ലെവൽസായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ലെവൽ ഈസ് പ്രീ കൺവെൻഷണൽ ലെവൽ, സെക്കൻഡ് ലെവൽ ഈസ് കൺവെൻഷണൽ ലെവൽ ആൻഡ് തേർഡ് ലെവൽ ഈസ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഓക്കെ, അപ്പോൾ കോൾബർഗിൻ്റെ തിയറി എത്ര ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 3 എന്നാണ് ആൻസർ. ഏതൊക്കെയാണ് ലെവൽസ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഇനി ഓരോ ലെവൽസിനെ വീണ്ടും 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ 6 സ്റ്റേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. പ്രീ കൺവെൻഷണൽ ലെവൽ. പ്രീ കൺവെൻഷണൽ ലെവലിനെ ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പ്രീ കൺവെൻഷണൽ ലെവൽ ഓർ അതർവൈസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഈ കാലഘട്ടത്തിലെ വയസ്സ് എന്ന് പറയുന്നത്, കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 4 to 10 ഇയേഴ്സ് ആണ്. 4 തൊട്ട് 10 വയസ്സ് വരെയാണ് കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രീ കൺവെൻഷണൽ ലെവൽ അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിലെ 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിനെ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. അതായത് പണിഷ്മെൻറ്റ് ശിക്ഷ, ഒബീഡിയൻസ് അനുസരണം. അപ്പോൾ അനുസരണവും ശിക്ഷയും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? അനുസരണം കാട്ടിയില്ലെങ്കിൽ നമ്മൾ ശിക്ഷിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിലെ കുട്ടികളാണ് ഇതിൽ വരിക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. അതിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ദ ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പണിഷ്മെൻറ്റിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇവിടെ നമ്മൾ റിവാർഡിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ അനുസരിക്കുക. അതാണ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് തരാം, അല്ലെങ്കിൽ അത് മേടിച്ച് തരാം എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന സ്റ്റേജ്, അതൊക്കെ പറഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെവല്, അതായത് പ്രീ കൺവെൻഷണൽ ലെവലാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. പ്രീ കൺവെൻഷണൽ ലെവലിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ഇനി അതിനെ തന്നെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. ഇനി രണ്ടാമത്തെ ലെവലാണ് കൺവെൻഷണൽ ലെവൽ. കൺവെൻഷണൽ ലെവലിൽ വരിക 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൺവെൻഷണൽ ലെവലിൽ വരിക. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ സ്റ്റേജ് 3. സ്റ്റേജ് 3ലെ കുട്ടികൾ ദ ഗുഡ് ബോയ് ദ ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ. അതായത് ഇതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എത്രാമത്തെ സ്റ്റേജാണെന്ന് ചോദിച്ചിട്ട്. എത്രാമത്തെ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ സ്റ്റേജ് 3. അതിന് പറയുന്ന മറ്റൊരു വേർഡും കൂടി ഉണ്ട്, മറ്റൊരു പേരും കൂടി ഉണ്ട് ഗുഡ് ബോയ് ഗുഡ് ഗേളിന്. ഇൻ്റർ പേഴ്സണൽ കൺകോർഡൻസ് എന്നും ഉള്ളൊരു പേര് ഇതിനുണ്ട്. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. അതായത് സാമൂഹികപരമായിട്ട് ചെയ്തു വന്നിരുന്ന സാമൂഹികപരമായിട്ടുള്ള ഒരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാം. ദ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ എന്നുള്ള സംഭവം സ്റ്റേജ് 4 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ കൺവെൻഷണൽ ലെവലിലെ 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉൾപ്പെടുക. അതിലെ 2 സ്റ്റേജസാണ് ദ ഗുഡ് ബോയ് ദ ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻ്റർ പേഴ്സണൽ കൺകോർഡൻസ്.
ഇൻ്റർപേഴ്സണൽ കൺകോർഡൻസ്. ദെൻ സ്റ്റേജ് 4 എന്ന് പറയുന്നത് ദ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. സാമൂഹികപരമായിട്ട് നമ്മളൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെ കണ്ണും പൂട്ടി അനുസരിക്കലാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. അടുത്ത സ്റ്റേജാണ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലെ 13+ ആളുകളാണ് ഇതിൽ ഉൾപ്പെടുക. 13+, അതിന് ലിമിറ്റേഷൻ ഇല്ല. 13 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ ഉൾപ്പെടും. അപ്പോൾ സ്റ്റേജ് 5, അതിൻ്റെ താഴെ വരുന്ന സ്റ്റേജ് 5 എന്തൊക്കെയാണ്? സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിലെ നല്ലതിനെ നല്ലതായും ചീത്തയെ ചോദ്യം ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി, അതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റേജ് 4ൽ പറഞ്ഞത് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. എന്താണോ സമൂഹത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് അതേപോലെ അത് ഒബേ ചെയ്യുന്നതാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. ഇവിടെ സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ നല്ല കാര്യങ്ങളെ നല്ലതായും ചീത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷനിൽ വരിക. And the last and final stage is the universal ethical principle. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. എല്ലാ ആളുകളും, വയസ്സായിട്ടുള്ള ആളുകളടക്കം ഉള്ളവരെ ഈ സ്റ്റേജിൽ എത്തിച്ചേരണം എന്ന് ഇല്ല. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിലെ ആളുകൾ മറ്റുള്ളവരോട് ആയിട്ടുള്ള സഹാനുഭൂതി, എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്, നമ്മളൊന്ന് സഫർ ചെയ്താൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിൽ വരിക എന്നാണ് കോൾബർഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഈസ് ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മളിവിടെ 3 ലെവലും 6 സ്റ്റേജസും പഠിച്ചു. 3 ലെവലുകൾ പഠിച്ചത് ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽസ്. ഇനി പ്രീ കൺവെൻഷനിൽ വരുന്ന 2 സ്റ്റേജസ് ആണ് ഏതൊക്കെ? ദ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ദ ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. 2 എണ്ണം പ്രീ കൺവെൻഷനിൽ വരുന്ന 2 എണ്ണമാണ് ദ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടും, ആ ഒരു കാര്യം. ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റിവാർഡിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി കൺവെൻഷണൽ ലെവലിൽ വരുമ്പോൾ അതിൽ വരുന്ന ഏജ് ഗ്രൂപ്പ് 10 to 13 ഇയേഴ്സ് ആണ്. പ്രീ കൺവെൻഷനിൽ വരുമ്പോൾ 4 to 10 ആണ്. ഇവിടെ കൺവെൻഷനിൽ വരുമ്പോൾ 10 to 13 ഇയേഴ്സ് ആണ്. അതിൽ വരുന്ന സ്റ്റേജ് 3 ആണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കൺകോർഡൻസ്. ദെൻ 4th സ്റ്റേജ് ഈസ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. ദെൻ പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ വരുന്ന അതിൽ ഉൾപ്പെടുന്ന ഏജ് ഗ്രൂപ്പ് 13+ ഇയേഴ്സ് ആണ്. അതിൽ വരുന്ന സ്റ്റേജ് 5 ആണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ, ചോദ്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ദെൻ ലാസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, അതായത് എമ്പതി, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയൊക്കെ വരുന്ന കാലഘട്ടം. ഓക്കെ, താങ്ക് യു.